ഉത്സവ പറമ്പുകൾ വെച്ചുള്ളാടി കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു. ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണാൻ പോയാലോ. സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റൂല, 1.5 കൊല്ലം കാണാണ്ടിരുന്നപ്പോൾ കുറച്ചൊരു സ്പെഷ്യൽ അത്രയും. ഇവിടെ വിചാരം ഇവള് പോയപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇവളെ മിസ് ചെയ്തെന്നാ. എവിടുന്ന് പണ്ട് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞാൽ 7 മണിന്നൊരു സമയം പറഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞു വരുന്നവൾ ഇന്ന് ഞങ്ങളെക്കാളും നേരത്തെ ഞങ്ങളെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ദുബായി പോയപ്പോൾ ഉണ്ടായ ഓരോ മാറ്റങ്ങളെ ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം ഇവർക്ക് മാറ്റം ഉണ്ടായി. അത് എത്ര കാലത്തേക്കാണെന്നൊന്നും അറിയില്ല, എന്തായാലും അത് കൊള്ളായിരുന്നു. ഒരു പെട്ടി ചോക്ലേറ്റും ദുബായ്ക്കാർ കൊണ്ടുവരുന്ന മെയിൻ സാധനങ്ങളും പ്രതീക്ഷിച്ചായിരുന്നു എൻ്റെ കൂടെ വേറെ എത്തി വന്നത്. ഈ വരുന്നാൾക്ക് മാത്രമേ ഭാഗ്യവശാൽ ദുബായ് ചോക്ലേറ്റ് തിന്നാനുള്ള യോഗം ഉണ്ടായിട്ടുള്ളൂ. അതും വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആളെ കയ്യോടെ കിട്ടുകൊണ്ട് ചോക്ലേറ്റും കിട്ടി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ തലശ്ശേരിക്ക് പോകാമെന്ന് വിചാരിച്ചു. തലശ്ശേരി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കടൽപ്പാലമായിരുന്നു ഞങ്ങളുടെ അന്നും ഇന്നും എപ്പോഴുള്ള സ്ഥിരം സ്പോട്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദുബായിൽ നിന്ന് ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവളെ കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണെന്ന്. അല്ല, വയറും വാടകയൊക്കെ എടുത്ത് വന്ന ഇവക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതാണ്. അത് ഈ ബ്ലോഗിൽ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. എല്ലാം കഴിഞ്ഞ് ആദ്യം പുറത്തോടിപ്പോയി നിന്നത് ഇവളാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇനി അഥവാ പൈസ കൊടുക്കേണ്ടി വന്നാലോ.